സുഖമില്ലായിരുന്നു. ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു. കടബാധ്യത എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം സുഖമില്ലായിരുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ചങ്കിനകത്ത് കരുതി ഹൃദയത്തിനകത്ത് ഒരു വേദന ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രി ചെല്ലുമ്പം അവിടെ ഡോക്ടർ പറയും ECG എടുക്കാൻ പറയും. ECG എടുത്തു കഴിഞ്ഞപ്പോൾ ആ രോഗമൊന്നും കാണുകയില്ല. അപ്പോൾ അവർ പറയും ഗ്യാസിൻ്റെ 2 ഗുളിക തരും. ഞാൻ നേരെ വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ കൂലിപ്പണി ചെയ്യുമായിരുന്നു. എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ എനിക്ക് ചങ്കിനകത്ത് ഒരു വേദന വരും. അപ്പം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരും. ഭാര്യ പണിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് 3 സെൻറ്റ് സ്ഥലമുള്ളൂ. എൻ്റെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. ചെറുപ്പത്തിലേ പോയതാണ്. എനിക്ക് 3 പെങ്ങന്മാരൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് 14 വർഷമാകുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി ആശുപത്രിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ പിള്ളേരെ ഞാൻ പഠിപ്പിക്കണം. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ അന്നേരം തന്നെ ഹൃദയത്തിനകത്തൊരു വേദന വരിക. ആ വേദനയും കൊണ്ട് ഞാൻ അപ്പം തന്നെ ഇവിടെ ഞാൻ വിളിക്കും, ആശുപത്രി പോകണം. അങ്ങനെ പോയി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അന്നത്തെ ഞാൻ കൂലിപ്പണി എടുത്ത് ഞാൻ ജീവിക്കും. അപ്പോൾ ആ കൃത്യം ഒരു തുകയായിട്ട് ഞാൻ ചെല്ലുമ്പം മെഡിക്കൽ കൊടുക്കുകയാണെങ്കിൽ പൈസ ഉള്ളൂ. വീട്ടിലേക്ക് ഒരുപാട് ബാധ്യത. ഒരു 4-5 വർഷമായിട്ട് ദുരിത വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുരയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ വേദന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബക്കാർ പോലും നാട്ടുകാർ പോലും തള്ളിപ്പറഞ്ഞു. എന്നാ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ 10 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർ തരിയല്ലാത്ത അവസ്ഥ. അവർ തന്ന് സഹായിച്ചു, ഇനി കൂടുതൽ അവർ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ കിട്ടും എന്നൊരവസ്ഥയിലേക്ക് ഒരുപാട് വന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്തിൽ പോയി. ഞാൻ 5 വർഷമായിട്ട് പോകുന്ന സ്ഥലം എല്ലാ സ്ഥലത്തും പോയി. മെഡിക്കൽ കോളേജ് എന്തെങ്കിലും വേദന ആ നാട്ടുകാർ സഹിതം ആംബുലൻസിനകത്ത് കയറ്റി മെഡിക്കൽ കോളേജ് വിടും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് എന്നെ പൂർണ്ണമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അസുഖമില്ല, അവന് കാണാൻ തിരിച്ചു പോയിക്കൊള്ളാൻ പറയും. അങ്ങനെ ഒരുപാട് 2-3 വർഷം ഞാൻ ഈ മെഡിക്കലിൽ തന്നെ പോയി ഒരുപാട് സ്ഥലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 4-5 വർഷം ഇങ്ങനെ വേദനയോട്ട് കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളിങ്ങനെ പറയുക, ഇങ്ങനെ കൃപാസന മാതാവ് ഇങ്ങനെ ഉണ്ട്, അവിടെ വരെ നിനക്ക് എന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആ കൃപാസന മാതാവ്, ഞാൻ എന്നാൽ പോകാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കേസ് അങ്ങ് തള്ളിക്കളഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വേദനയാണ് എനിക്ക്. ആ വേദനയോട് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ചോറ്റാനിക്കരടുത്ത് ഞാൻ ക്ഷേത്രത്തിൽ വന്നു. ഞാൻ തൊട്ടപ്പുറ ശിവക്ഷേത്രത്തിൽ വന്നു. ഞാൻ പോയി. അപ്പോൾ ഞാൻ അന്നേരം പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ കടന്നു വന്ന ഒരു സ്ത്രീയായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഈ കൃപാസനം എവിടെയാണ്? അപ്പോൾ ചേച്ചി പറഞ്ഞു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞു, ഇടുക്കി മൂന്നാറിൽ നിന്നാണ് വരുന്നത്. മൂന്നാറിൽ നിന്ന് എന്നാൽ നിങ്ങൾ രാവിലെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ വന്ന് ഉടമ്പടി എടുത്താൽ പോരെ. നിങ്ങളിപ്പോൾ ഇവിടെ തൊട്ട് വണ്ടി കയറിയില്ല, അവിടെ നിന്ന് ഒരു 5 മിനിറ്റും കൂടി പോയാൽ ഈ കൃപാസന പള്ളിയിലേക്ക് നിങ്ങൾ എത്തിയാനാണ്. അപ്പോൾ എനിക്ക് സാധിച്ചില്ല. ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം കിടന്ന് ഉറങ്ങാൻ നേരത്ത് എനിക്ക് മറുപടി പിറ്റേ ദിവസം വേദന വന്നു. ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു ആശുപത്രി വരെ പോകാടി, എനിക്ക് പിന്നെയും വേദന പോകുന്നതിനോർത്ത് ഞങ്ങൾ അന്ന് രാത്രി ആശുപത്രി പോവാം. ആശുപത്രി ചെന്നാൽ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൃപാസന മാതാവിൻ്റെ അടുത്ത് വരെ നമുക്കൊന്ന് പോകാം. പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ആളുടെ അടുത്ത് ഇച്ചിരി വായ്പ പൈസ ചോദിച്ച് ഞങ്ങൾ ആ പൈസ മേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് 340 ടോക്കൺ എങ്ങുണ്ടായി. അപ്പോൾ ഞാൻ വന്നിട്ട് എനിക്കിത് സ്ഥലത്തെക്കുറിച്ച്